ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സിനിമയിൽ കാണുന്ന പോലെ ഉള്ള അഭിപ്രായം ഇതിലില്ല. ലോകരാഷ്ട്രങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് മോദിയോടൊപ്പം കൈപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നും കൂടി പറയുന്നു. ലീഡറുടെ മകനായിട്ടുള്ള കെ മുരളീധരൻ തന്നെ ജയിക്കും. വെറുതെ കെട്ടിയിറക്കിയ ആൾക്കാർ വന്ന് ജയിച്ചു പോയിട്ട് അവരെ താന്തോന്യത്തിൽ നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന് 2000 കൂട്ടി 100 കുറയ്ക്കും, ഡീസലിന് 100 കൂട്ടി 5 കുറയ്ക്കും. ഇതല്ലേ വികസനം ഉണ്ടായിരുന്നു. പക്ഷേ അത് തോറ്റുപോയി. ജയിക്കുന്നു വിചാരിക്കും. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂർ ഒരു സംശയമില്ല, സുനിൽ കുമാർ തന്നെ ജയിക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഈ മുഖ്യമന്ത്രി അല്ല, നമ്മുടെ കേരള കൃഷിമന്ത്രിയായിരിക്കുമ്പോൾ എത്രയോ കൃഷി സ്ഥലങ്ങൾ, തരിശുഭൂമിയൊക്കെ നല്ല കൃഷിയായിട്ട് എല്ലാവർക്കും കൃഷിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു. കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം ഭക്ഷണമാണല്ലോ. ആ ഭക്ഷണത്തിന് വേണ്ടി 90% പ്രവർത്തിച്ച ആൾ ഇതിനു മുമ്പ് പല മന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. ഇത്ര കറക്റ്റായിട്ട് കൃഷിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഈ ലോകസഭയിൽ ചെന്നാലും കേരളത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാർ 18 ആൾ 19 ആൾ പോയി മാറിയില്ല. വളരെ നന്നായിട്ട് ചോദിക്കാൻ ഇവിടുത്തെ സുനിൽകുമാറിന് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുനിൽകുമാർ ജയിക്കുമെന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ കെട്ടിയിറക്കിയ ആൾക്കാർ വന്ന് ജയിച്ചു പോയിട്ട് അവരെ താന്തോന്യത്തിൽ നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി ഉണ്ടാവും എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? അയ്യോ, അവിടെ തന്നെ മന്ത്രിമാർ ഉണ്ടായൊരു യാതൊരു കാര്യമില്ല. ആ ഗഡ്കരി മാത്രം കേരളത്തിന് വല്ലതും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒന്ന് അവർ ഈ എന്തെല്ലാം കഷ്ടപ്പാടുകൾ കേരളത്തിലുണ്ട്. ഈ ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, അവർ കാശ് തരണില്ല. എന്നിട്ട് കേരളത്തിൻ്റെ പിടിപ്പുകേടാന്ന് പറഞ്ഞ് നടക്കുക. അത് തന്നെ തെറ്റല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞവർക്ക് തന്നെ വോട്ട് ചെയ്താൽ ആ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ കാര്യമുള്ളൂ, വേറെ ഒരു കാര്യമില്ല. കെ മുരളീധരൻ അങ്ങോരെ വീട്ടിൽ തൃശ്ശൂരാണ് വീട്, മുരളി ഭവനൊക്കെ ഉണ്ട്. അങ്ങോരെ പെങ്ങൾ തന്നെ ആദ്യം പോയി. പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യം പറയാനുള്ള 10 വോട്ട് കിട്ടുന്നത് ആ പെണ്ണ് BJP-യിലായിട്ട് അത് പോയി. പിന്നെ എയർ കണ്ടീഷനിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടാ? കെ മുരളീധരൻ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല, ഫിലിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഓരോ ഇതിൽ ഇവിടെ ഒന്നും മുരളീധരനെ കണ്ടിട്ടില്ല. സുനിൽകുമാറൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. യാതൊരു തർക്കമില്ല. ഞങ്ങൾ കുറച്ച് തീരുമാനം തന്നെയാണ് സുനിൽകുമാർ ജയിക്കുന്നുള്ളത്. തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപിക്ക് തന്നെ ചാൻസ്. കാരണം രണ്ട് കൂട്ടരും ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ CPM-നെ സംബന്ധിച്ച് CPI-യുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ ദ്രോഹം കൊണ്ട് ആളുകൾക്ക് പെൻഷനും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില തന്നെ, ഇപ്പോൾ മാവേലി സ്റ്റോർ വഴി വരുന്ന സാധനങ്ങളുടെ വില തന്നെ 3 ഇരട്ടിയിലധികം വില വർധനവ് വരെ വന്നിട്ടുണ്ട് സാധനങ്ങൾക്ക്. ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. കാരണം തൃശ്ശൂർക്കാർക്ക് എന്നും ഈ മുരളീധരനെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ചാൻസ് സുരേഷ് ഗോപിക്കാണ്. അതേപോലെ ഇപ്പോൾ അച്ഛനെ വരെ ഒറ്റ കൊടുത്തിട്ടുള്ള ഒരു മകനാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അച്ഛൻ്റെ കൂടെ നടന്ന് അച്ഛനെ ചതിച്ച മകനാണ്. ആ മുരളീധരൻ ജയിക്കണോ അത് എല്ലാ ജനങ്ങളെയും സേവിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി ജയിക്കണോ? എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ടുകൾ യഥാക്രമം കിട്ടുന്നില്ല എന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് അവർ കണക്ക് കൊടുക്കുന്ന എല്ലാ ഇതിനും കണക്ക് കൊടുക്കുന്നതിനനുസരിച്ച് അതാത് ഇതിൻ്റെ ക്രമം അനുസരിച്ച് പണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ പത്രങ്ങളിൽ കൂടെ അറിയുന്നത്. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പോൾ സർക്കാർ പലതും പറയുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് മോദിയോടൊപ്പം കൈപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നും കൂടി പറയുന്നു. ഈ കൊല്ലം ജില്ലക്കാരൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നത് ഇവിടുത്തെ വോട്ട് ബാങ്കിനുണ്ടാകുന്ന ഒരു പരാതി ആളുകൾ പറയുന്നത്. അത് തന്നെയല്ല, സുരേഷ് ഗോപിക്ക് കേരളം മൊത്തം ഒരേപോലെയാണ്. കേരളത്തിൽ എവിടെ നിന്നാലും സുരേഷ് ഗോപിക്ക് ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ BJPയുടെ വോട്ടുകളും എല്ലാം കൂടി കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ സുരേഷ് ഗോപി ജയിക്കും. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? തൃശ്ശൂർ UDFൻ്റെ സ്ഥാനാർത്ഥി K മുരളീധരൻ ജയിക്കും ഈ പ്രാവശ്യം. ഉറപ്പ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയതയ്ക്കും അക്രമത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ വികസനം ചർച്ചയല്ല. വികസനം ഇപ്പോൾ ഇവിടെ എന്ത് വികസനം ഉണ്ടായിരിക്കുന്നത്? അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന് 2000 കൂട്ടി 100 കുറയ്ക്കും, ഡീസലിന് 100 കൂട്ടി 5 കുറയ്ക്കും. ഇതല്ലേ വികസനം? അല്ലാതെ ഇപ്പോൾ എന്ത് വികസനം ഇവിടെ നടന്നിരിക്കുന്നത്? വികസനം ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഏത് പാർട്ടി ഭരിച്ചാലും വികസനം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുന്ന കാലത്ത് 600 പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ വില അനുസരിച്ച് 600 രൂപയ്ക്ക് അതിനുള്ള മൂല്യമുണ്ട്. ഇന്ന് ഇവർ 1600 കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ഇനി അടുത്ത ഗവൺമെൻറ് ചിലപ്പോൾ 3000 കൊടുക്കും. അതൊന്നും വികസനത്തിൻ്റെ ഭാഗമല്ല. വികസനം കാലാകാലങ്ങളായിട്ട് എന്നും നടക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഈ പെട്രോൾ വില അല്ലെങ്കിൽ ഗ്യാസ് വില പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിന്റെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാവോ ഈ തെരഞ്ഞെടുപ്പ്? 2 ഭരണവും, അതായത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു വിലയിരുത്തലും അതുപോലെ ഈ അക്രമ രാഷ്ട്രീയത്തിനുള്ള വിലയിരുത്തലും കൂടിയോ ഈ പ്രാവശ്യത്തെ. അതായത് കേരളം ഇപ്പം നിർത്തിയാൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി K മുരളീധരനാണ്. അദ്ദേഹം ഭൂരിപക്ഷം നല്ല വിഷയം, അദ്ദേഹം ജയിച്ചിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പത്മജ പാർട്ടി മാറിയതുകൊണ്ട് ബാധിക്കുന്നത് BJPയെ ബാധിക്കുള്ളൂ, അല്ലാതെ കോൺഗ്രസിനെ UDFനെ അത് ബാധിക്കില്ല. സുരേഷ് ഗോപി ഒരു താരപരിവേഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല, പുള്ളി കാലങ്ങളായിട്ട് താരപരിവേഷമുള്ള ആളാണല്ലോ. താരപരിവേഷത്തിൽ വന്നിരിക്കുന്ന എത്ര നടന്മാരെ കേരളം ജയിപ്പിച്ചിട്ടുണ്ട്? 1-2 പേര്. ഇത് തമിഴ്നാട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനമൊന്നുമല്ല. വിദ്യാഭ്യാസം വിഭാഗമുള്ള ജനങ്ങൾ ഇവിടെയുണ്ട്. അവർ തീരുമാനിക്കും ആര് ജയിപ്പിക്കണം എന്നുള്ളത്. ഇന്ത്യ മുന്നണി ഭരിക്കണം. ജനങ്ങൾ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഭരിക്കും. കേരളത്തിലെ മുഴുവൻ സീറ്റുകളും UDF ഈ പ്രാവശ്യം നേടും, അതിനൊരു സംശയമില്ല. ഭൂരിപക്ഷം നമ്മൾ നോക്കണ്ട. നമ്മളെ സംബന്ധിച്ച് ജയമാണ് നമ്മൾക്ക് ആവശ്യം. അത് 1 വോട്ടിനായാലും 1 ലക്ഷം വോട്ടിനായാലും ജയിച്ചിരിക്കുക എന്നുള്ളതാണ് അതിന് പ്രത്യേകത. മുരളീധരൻ ജയിച്ചിരിക്കും, നല്ല സ്ഥാനാർത്ഥി, കേന്ദ്രത്തിൽ മുൻപരിചയമുള്ള ആൾ, അതൊക്കെ അതിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളും കൂടി മത്സരിക്കുന്നുണ്ടല്ലോ, മുൻ മന്ത്രിയായിരുന്നു. അപ്പോൾ ആള് ഒരുപാട് വികസനങ്ങൾക്ക് ചെയ്തു മറ്റു രാഷ്ട്രീയക്കാർക്ക് പറയുന്നത്. അത് ഏത് ചേട്ടൻ കാണുന്നത്? വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ. പക്ഷേ പൊതുവായിട്ട് K മുരളീധരൻ്റെ ഒരു എക്സ്പീരിയൻസ് കേന്ദ്രത്തിൽ ഈ സുനിൽകുമാറിനില്ല. അപ്പോൾ അതുകൊണ്ടും എന്തുകൊണ്ടും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് K മുരളീധരൻ. അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജനങ്ങൾ ജയിപ്പിച്ചു വിടണം. എൻ്റെ അഭിപ്രായത്തിൽ ആരെടുക്കും തൃശ്ശൂർ? എൻ്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപി ജയിക്കും പറയാൻ കാരണം ജയിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ അവിടെ വന്ന് നിന്നിൻ്റെ തരം പോലെ നിൽക്കും. ചേട്ടന് ഈ പ്രാവശ്യമാണോ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തോന്നാൻ കാരണം? കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി ഇവിടെ നിന്ന് തോറ്റുപോയതാണല്ലോ. അതെ, അന്ന് സുരേഷ് ഗോപി ജയിക്കുന്നു വല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് തോറ്റുപോയി. ഇപ്രാവശ്യം അതേപോലെ തന്നെ ജയിക്കുന്നു വിചാരിക്കും. നമ്മള് നമ്മൾ വിചാരിക്കുന്നു ജനങ്ങളുടെ കാര്യമാണല്ലോ ആളത്. അതെ അതെ, ജനങ്ങൾ മാറ്റി കൂത്താണെങ്കിൽ നമുക്ക് രക്ഷയൊന്നുമില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ചേട്ടൻ പറയണത്. അതെ, അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നു ഇയാൾ വിചാരിക്കുന്നു. തൃശ്ശൂർ ആര് ജയിക്കാനാണ് സാധ്യത? ലീഡറുടെ മകനായിട്ടുള്ള K മുരളീധരൻ തന്നെ ജയിക്കും. ഞങ്ങൾ എന്തായാലും ജയിപ്പിക്കും. എല്ലാ സപ്പോർട്ടും മുരളീധരനുണ്ട്. ഇത് കോൺഗ്രസ് വാർഡാണ്. കോൺഗ്രസ് വാർഡിലെ വാർഡ് മെമ്പറാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും K മുരളീധരൻ തന്നെ ജയിച്ചു വരും. മോദി സർക്കാരിനെതിരെയുള്ള വലിയ ഒരു തിരിച്ചടി തന്നെയാണ് സാറിലൂടെ ഞങ്ങൾ കാണുന്നത്. താങ്ക് യു. തൃശ്ശൂർ ആര് ജയിക്കാനാണ് സാധ്യത? നമ്മുടെ സുനിൽകുമാർ. ആള് നല്ലൊരു വ്യക്തിയാണ്, നല്ല പെരുമാറ്റാണ്. ആള് പല കാര്യം കൊണ്ട് ആളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. സുരേഷ് ഗോപി കൂടെ മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സ്ത്രീകളൊക്കെ ഒരുപാട് സിനിമകളൊക്കെ കാണുന്നതാണല്ലോ. അപ്പൊ ആൾക്ക് എന്തെങ്കിലും ജയ സാധ്യത ഉണ്ടോ ഇവിടെ? അതെനിക്കറിയില്ല, അതിനെ പറ്റി അത്രയും അങ്ങോട്ട് ഇത് പറയാൻ പറ്റില്ല.
ആള് വന്നിട്ട് ഞാൻ കാണാനും പോയിട്ടില്ല, ആളെ കണ്ടിട്ടും ഇല്ല. എനിക്ക് ആളോട് അത്ര അഭിപ്രായം തോന്നണില്ല. സിനിമയിൽ കാണുന്ന പോലെ ഉള്ള അഭിപ്രായം ഇതിലില്ല. അതാ കുറെയൊക്കെ ആളുടെ പെരുമാറ്റത്തിലാണത്. ആള് അങ്ങനെയാണ് പെരുമാറുന്നത് ഓരോരുത്തരോടും. ആള് ഇവിടെ ഈ ഭാഗത്ത് തന്നെ വന്നിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ വന്നിട്ട് കൈ കൊടുത്തപ്പോൾ ആള് കൈ മാറ്റി അങ്ങോട്ട് കയറിപ്പോയി, അകന്ന് പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ ആളെ കാണാൻ. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ വന്നു ആള്, പക്ഷെ ഞാൻ പോയിട്ടില്ല ആളെ കാണാൻ. ഈ നമ്മുടെ പഴയ നേതാവ് കരുണാകരന്റെ മോനോട് മത്സരിക്കുന്നുണ്ടല്ലോ, മുരളീധരൻ, ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യത കാണുന്നുണ്ടോ? അതില്ല, അത് ആളെ എനിക്കറിയില്ല. സുരേഷ് ഗോപിന് സിനിമയിൽ കാണുന്ന പോലെ അതാ കണ്ടിട്ടുള്ള, പക്ഷെ ഇങ്ങോരെ എനിക്കറിയില്ല. ഇങ്ങോരെ എന്നാലും ജയിക്കാനുള്ള ഇതില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആള് ജയിക്കില്ല എന്നാണ്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ജയിക്കും, നല്ല ഉറപ്പത്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.